ഹലോ, നല്ല നമസ്കാരം. സർവം മയ ശരിക്കും ഞെട്ടിച്ചളഞ്ഞു. നിവിൻ പോളി ഈ ക്രിസ്മസ് പൊക്കിയെന്നോ പൊളിച്ചെന്നോ അല്ലെങ്കിൽ എടുത്തു എന്നൊക്കെ പറയാം. വെറും ഒരു യെസ് കൊണ്ട് ഈ സിനിമ ഒരു 2.5 മണിക്കൂർ അങ്ങ് നീട്ടി വച്ചിരിക്കുകയാണ്. ശരിക്കും ഒരു ഗുഡ് ഫീല്. എന്താ പറയുക, നമ്മുടെ കഥ പറയുമ്പോൾ സിനിമയുണ്ടല്ലോ, അതിൽ മമ്മൂട്ടി ശ്രീനിവാസനും അവസാനം ശ്രീനിവാസനെക്കുറിച്ച് മമ്മൂട്ടി പറയുന്ന ഒരു ഇമോഷൻ ബ്രേക്കപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ കിട്ടിയത്. കാരണം മൊത്തത്തിൽ ആ, അതുവരെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന എല്ലാ സാധനവും അവസാനത്തെ ആ ഒരു യെസ്സിൽ സിനിമയുടെ മൊത്തം അതുവരെ കണ്ടിരുന്ന എന്ത് ലാഗായിരുന്നാലും കോമഡി ആയിരുന്നാലും പാട്ടായിരുന്നാലും ഡാൻസ് ആയിരുന്നാലും എല്ലാ സാധനവും മൊത്തത്തിൽ അതിനെ മാറ്റി മറിച്ച് നിവിൻ പോളിയുടെ ആ ഒരു പഴയ സാധനം ഉണ്ടല്ലോ, അതൊക്കെ കിട്ടി. അജു വർഗീസ്, ജനാർദ്ദനൻ, അൽത്താഫ്, പിന്നെ പ്രീതി, അതിപ്പോഴും റിയ, അങ്ങനെ ഇവർ മൊത്തത്തിൽ ഈ സിനിമയെ മൊത്തത്തിൽ അങ്ങ് എടുത്തു. പ്രത്യേകിച്ച് നിവിൻ പോളിയും റിയയും കൂടിയാണ് ഈ സിനിമയെ ഷോൾഡർ ചെയ്തിട്ടുള്ളത്. ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ അമ്മയുടെ മരണത്തോടു കൂടി പിന്നെ ദൈവവിശ്വാസിയായിട്ടുള്ള മനുഷ്യൻ നിരീശ്വരവാദിയായിട്ട് മാറുകയാണ്. അതിനുശേഷം അതുവരെ അദ്ദേഹം പഠിച്ചിട്ടുള്ള പൂജാകർമ്മങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പ്രയാസം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും ആ മന്ത്രവിധികളൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ, അല്ലെങ്കിൽ തന്ത്രവും മന്ത്രവും ഒന്ന് പരീക്ഷിക്കാൻ നോക്കിയാണ്. അപ്പോഴും അദ്ദേഹം ദൈവവിശ്വാസി അല്ലാതിരിക്കുകയാണ്. അദ്ദേഹം വെറും നോർമലായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് അതൊരു ജോലിയായിട്ട് കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു ജോലിയായിട്ട് കാണുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം ഒരു പ്രേതം കൂടുകയാണ്. എന്തോന്ന്, ഐഫോൺ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേതം കൂടുകയാണ്, അല്ലെങ്കിൽ ഐഫോണിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു പ്രേതം കൂടുകയാണ്. അവർ തമ്മിലുള്ള ഒരു ഇമോഷൻസ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, എന്താണ് സംഭവിക്കുന്നത് അവസാനം, അങ്ങനെ ഉള്ളൊരു സാധനം. ലക്ഷ്യബോധമില്ലാത്ത ഒരു യുവാവ് ജീവിതത്തിൽ എന്താ നേടണം എന്നുള്ള ഒരു ഇതില്ല. അച്ഛന് സമ്പാദ്യമുണ്ട്, ആ സമ്പാദ്യം എന്ന സ്വന്തം പോക്കറ്റിലേക്ക് എത്തുന്നുമില്ല. വളരെ ബുദ്ധിമുട്ടാണ് ഒരു 200 രൂപയ്ക്ക് പോലും. അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കാർ ഞാൻ എടുത്തോട്ടെ, അവിടെ തുടങ്ങുകയാണ് ഇമോഷൻസ്. അവിടെ നിന്ന് പിന്നെ ഇമോഷൻസിൻ്റെ ഒരു ഘോഷയാത്രയാണ്. ഇമോഷൻസ് കൊണ്ട് ഈ സിനിമയെ ലാസ്റ്റിൽ കൊണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു എന്താ പറയുക, അതിന് സിനിമയുടെ മൊത്തത്തിലുള്ളൊരു വൈബ് വ്യത്യസ്തമാണ്. പിന്നെ ദൈവത്തെ വിളിക്കുന്ന ശരിക്കും ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞു പോകത്തില്ലേ, അത് നമ്മുടെ വായിൽ അറിയാതെ വരുമ്പോൾ പോലും നമ്മൾ പറയും അയ്യോ ഇല്ല ദൈവമില്ല എന്ന് നമ്മളിങ്ങനെ പറഞ്ഞു പോകത്തില്ലേ. അതിൻ്റെ ആ ഒരു നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഭയത്തിൻ്റെ അല്ലെങ്കിൽ അതിന് മറ്റൊരു വശം നമ്മളെ രക്ഷിക്കുമെന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് എപ്പോഴോ എവിടെന്നോ കിട്ടിയിട്ടുണ്ട്. അതായിരിക്കാം ഒരു പക്ഷേ ദൈവം എന്ന് പറയുന്ന ആ ഒരു സാധനം. നീ നാളെ ജീവിച്ചിരിക്കുമോ എന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ജീവിക്കും. ആ ഭാഗ്യത്തെയാണ് ദൈവമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സംഗീതവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതം കാണാനോ പിന്നെ പറ്റാത്തൊരു സാധനമാണല്ലോ. അപ്പോൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് സംഗീതം എന്ന് പറയുന്നത് ആസ്വദിക്കുവാനും കേൾക്കുവാനും ഉള്ളതല്ലേ. അതേപോലെ തന്നെയാണ് ആസ്വദിക്കുവാനും ഉള്ളതാണ് ദൈവം, അല്ലെങ്കിൽ കേൾക്കുവാനും പറയുവാനുമുള്ളതാണ് ദൈവം എന്നൊക്കെയുള്ള ആ ഒരു കൺസെപ്റ്റൊക്കെ വളരെ മനോഹരമായിട്ട് ആ തിരക്കഥയിൽ കുറേ തത്വങ്ങളൊക്കെ ഉൾപ്പെടുത്തി പിന്നെ ഈ സിനിമയിൽ കയറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ നല്ല ഒരു കൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നി. വിശ്വാസമുള്ളതും വിശ്വാസമില്ലാത്ത ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ആവശ്യമുള്ളവർക്ക് ഇതൊന്ന് ആവശ്യമുള്ളത് ചുരണ്ടിയെടുത്ത് ജീവിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ ഈ പ്രേമത്തെക്കുറിച്ചുകൂടി ഇതിൽ ഒരു ഡീറ്റെയിലിംഗ് പറയുന്നുണ്ട്. ഒരു എന്താ പറയുക, ഈ പാർക്കിംഗ് കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച് നടക്കുന്നവർക്ക് പാർക്ക് ചെയ്യുവാനുള്ള ഒരു പാർക്കിംഗ് സ്പേസാണ് പ്രേമം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്. അതോടൊപ്പം തന്നെ നമുക്ക് ബ്രേക്കപ്പ് വിലയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബ്രേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കണം, എങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് അവിടേക്ക് വന്നു കയറാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു പ്രേമത്തിൻ്റെ തന്നെ മൊത്തത്തിലുള്ള ഒരു പൊളിച്ചെഴുത്തുകൂടി ഈ സിനിമയിൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. മൊത്തത്തിൽ നിവിൻ പോളിയുടെ തുടക്കത്തിൽ നായസമായിട്ടുള്ളൊരു എൻട്രി ഉണ്ടല്ലോ,
അതിൻ്റെ കോസ്റ്റ്യൂം പിന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് നൽകിയിട്ടുള്ളത്. ഇൻ്റർവെല്ലിൽ ബ്ലോക്ക് പോലും ഒരു ബെസ്റ്റ് ഫീലാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആ ഒരു കഥ പറയുന്ന രീതിയും സംവിധാനത്തിൻ്റെ ഒരു മികവായിട്ട് അഖിൽ സത്യൻ്റെ ഒരു വലിയൊരു മികവായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ഇത് ആക്ഷൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു 3 കുട്ടികളെ കൊണ്ട് ഇടയ്ക്ക് കയറ്റി. പക്ഷേ ആ ആക്ഷൻ സീക്വൻസ് വളരെ ഗംഭീരമായിട്ടുണ്ട്. പാട്ടുകളും നല്ല രസമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാട്ടുകൾ വളരെ മനോഹരമായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും വളരെ ഗംഭീരമായിട്ടുണ്ട്. കുറേ ഇമോഷൻസ്, ഒരു പ്രേത സിനിമ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഇമോഷൻസ് നൽകാൻ, അല്ലെങ്കിൽ ഒരു ഫീൽ നൽകാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എഡിറ്റിങ് അപ്പുക്കുട്ടനും പിന്നെ സത്യൻ അഖിലും കൂടി ചേർന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ എഡിറ്റിങ്ങും, കാരണം ആവശ്യമില്ലാതെ സീനുകൾ ഒരുപാട് എടുത്തു വച്ചിട്ടില്ല. ഉള്ള സാധനം 1 by 1 ആയിട്ട് ചെയിനായിട്ട് തന്നെ ചെയ്യാൻ എഡിറ്റിങ്ങിലൂടെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വൃന്ദ മാസ്റ്ററിൻ്റെ ഡാൻസും പ്രത്യേകിച്ച് എടുത്ത് പറയണം. ആ ക്ലാസിക്കും വെസ്റ്റേണും കൂടി ചേർത്തിട്ടുള്ള ഒരു ഡാൻസ്, അതോടൊപ്പം തന്നെ കല്യാണത്തിനുള്ള ഡാൻസ്, അത് കിടിലമാണ്. അതിൻ്റെ കോസ്റ്റ്യൂമും അത് പ്രത്യേകിച്ച് പറയണം, കോസ്റ്റ്യൂമും കിടിലമായിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്ക് ഈ സിനിമ ഒരു ഗുഡ് ഫീൽ ആണ് നൽകിയത്. പക്ഷേ സിനിമ കണ്ട് പുറത്തു വരുമ്പോൾ അല്പമെങ്കിലും കണ്ണിൽ നിന്നും അല്പം കണ്ണീര് പൊടിയും. ഞാനൊക്കെ കരഞ്ഞു കേട്ടോ. സീരിയസ് ആയിട്ട് ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്മസ് ആയതുകൊണ്ട് തിയേറ്ററിൽ വളരെ ആൾ കുറവായിരുന്നു. എങ്കിൽ പോലും എല്ലാവരും ചെറിയൊരു നോവോടുകൂടിയാണ് സിനിമ കണ്ട് പുറത്തിറങ്ങിയത്. എന്തായിരുന്നാലും ഒരു ഗുഡ് ഫീൽ തന്നെയാണ്. നിവിൻ പോളിയുടെ കംബാക്ക് എന്നല്ല ഞാൻ പറയുക. നിവിൻ പോളി ഓൾറെഡി ഫാർമിൽ തിരിച്ചു വന്നു. അദ്ദേഹം ഇനി നിലനിൽക്കട്ടെ, ഗംഭീരമായിട്ട് നിലനിൽക്കട്ടെ. താങ്ക് യു.